Welcome to Arcade Stories. പ്രിയ പ്രണയിനി ഭാഗം 3. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. വൃത്തികേട് പറഞ്ഞ പിന്നെ തല്ലാതിരിക്കാൻ പറ്റൂ ഗൗരികുട്ടി? ദേവന്റെ ചോദ്യം കേട്ട് ശ്രീഗൗരി മെല്ലെ ഒന്ന് തിരിഞ്ഞവനെ നോക്കി. വഴിയിൽ നിന്നുമുള്ള വെളിച്ചം അവളുടെ പാതി മുഖം തൊട്ടുനിന്നു. ഇരുളും വെളിച്ചവും ഇടകലർന്നു നിൽക്കുന്ന ആ മുറ്റത്തു നിന്നും തന്നെ നോക്കുന്നവളുടെ കണ്ണുകളിലെ തിളക്കത്തിൽ അവൻ മയങ്ങിപ്പോയി. എന്താണ് പറഞ്ഞേ? ഗൗരിയുടെ ചോദ്യം അവനെ ഉണർത്തി. താൻ അവളെ തുറച്ചു നോക്കി നിൽക്കുകയായിരുന്നു എന്ന ചിന്തയിൽ ദേവനന്ദന്റെ മുഖം തെല്ലൊന്ന് വിളറിയത് അവൻ വെളിച്ചത്തിന് പുറംതിരിഞ്ഞു നിന്നിരുന്നത് കൊണ്ട് ശ്രീഗൗരി കണ്ടില്ല. ഞാനായി എണ്ണ നിറച്ച ഗാനമായി വന്നപ്പോഴേ അവനൊരു സംശയം. കാലത്തിന് വരുന്ന പെൺപിള്ളേർക്ക് മാത്രമേ എണ്ണ കൊടുക്കുകയുള്ളൂ, അതോ നാട്ടിലെ മൊത്തം പെൺപിള്ളേർക്കും ഈ എണ്ണ കൊടുക്കുമെന്ന്? എന്നാ പിന്നെ അവന്റെ ആ സംശയം അങ്ങ് മാറ്റി കൊടുത്തേക്കാന്ന് കരുതി. നാക്കിനെല്ലില്ലാത്ത അവൻ വല്ലതും പറഞ്ഞെന്ന് വെച്ച് ദേവേട്ടൻ എന്തിനാ അടികൂടാൻ പോകുന്നേ? അവനോട് വെറുതെ തല്ലുകൂടാനുള്ളൊരു മൂഡിലായിരുന്നു അവൾ. അപ്പോ ഞാൻ അവനെ തല്ലിയത് ശരിയല്ലെന്നാണോ ഗൗരിക്കുട്ടി പറയുന്നേ? ആ അതെ. തെല്ലും വിട്ടുകൊടുക്കാതെ അവൾ മുഖം വീർപ്പിച്ചു നിന്നു. എന്നാ ശരി, അടുത്ത ഉത്സവത്തിന് അവൻ ഇതുപോലെ എന്തെങ്കിലും സംശയം ചോദിച്ചാല് ഞാൻ കയ്യും കെട്ടി നിൽക്കാം. അവൻ കളിയാക്കുകയാണെന്ന് മനസ്സിലായതും അവൾ മുഖം വെട്ടിത്തിരിച്ച് വീടിനു നേർക്ക് നടന്നു. പിന്നിൽ നിന്നും ദേവൻ ചിരിക്കുന്ന ശബ്ദം കേട്ടു. പടികൾ കയറി ചെല്ലുമ്പോ വരാന്തയിലെ അരമതലിലിരുന്ന് നീലിമ അമ്മമ്മയോട് കത്തിവെക്കുകയായിരുന്നു. അരമതലിൽ തുറന്നു വെച്ചിരിക്കുന്ന പലഹാരപ്പൊതിയിൽ നിന്നും പക്കവടയും മുറുക്കുമെല്ലാം എടുത്തു നിന്നുകൊണ്ട് അമ്മമ്മ അതെല്ലാം കേട്ടിരിക്കുന്നുമുണ്ട്. അമ്മമ്മ കുഞ്ഞെ, ഞാൻ പിണക്കവാ. ചുളിവ് വീണ കവിളിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് ഗൗരി പരിഭവിച്ചു. എന്നോട് പിണങ്ങാനും മാത്രം എന്താ ഇപ്പൊ ഉണ്ടായ കുട്ടിയെ? ഇവള് കൊണ്ടുവന്ന പലഹാരം മുഴുവൻ തിന്നാല് പിന്നെ ഞാനീ വാങ്ങിക്കൊണ്ടുവന്നത് ആർക്കു വേണ്ടിയാ? കയ്യിലിരുന്ന പലഹാരപ്പൊതി നീട്ടിക്കൊണ്ട് അവൾ കെറിവിച്ചു. എന്റെ ഗൗരികുട്ടിയെ, ഇതൊന്നും ഇങ്ങനെ വാങ്ങി കഴിക്കുന്നത് അത്ര നല്ലതല്ല. പകുതിയോളം പല്ലുകൾ മാത്രമുള്ള വായ്ക്കകത്തേക്ക് മുഴുവനും പക്കവട കുത്തിക്കയറ്റിക്കൊണ്ടായിരുന്നു പറച്ചിൽ. അങ്ങനെ തന്നെ അമ്മമ്മയ്ക്ക് സവാള ബജിയും മുളക് ബജിയും വേണ്ടല്ലോ അല്ലേ? പൊതിയിൽ നിന്നും ഒരു മുളക് ബജി ഗൗരി എടുത്ത് കാട്ടി. അതുണ്ടോ? എന്നാ പിന്നെ ഒരെണ്ണം എങ്ങ് എടുത്തോളൂ, നീ എന്തായാലും വാങ്ങിയതല്ലേ. ഉടുത്തിരുന്ന മുണ്ടിൽ കൈയൊന്ന് തുടച്ചിട്ട് അമ്മമ്മ കൈ നീട്ടി. ഉവ്വ, കുറ്റം പറയുകയും ചെയ്യും, എന്നാലോ തിന്നുകയും വേണം. മുളക് ബജി ഒരെണ്ണം ആ കൈയിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് ഗൗരി കളിയാക്കി. ദേവനല്ലേ ആ നിൽക്കണേ? കണ്ണുകൾക്ക് മേലെ കൈവച്ച് ഗേറ്റിലേക്ക് നോക്കിക്കൊണ്ടാണ് അമ്മമ്മയുടെ ചോദ്യം. പ്രായം 80 കഴിഞ്ഞെങ്കിലും ഇപ്പോഴും കണ്ണട വെക്കാതെ തന്നെ അത്യാവശ്യം കാഴ്ചയൊക്കെ ഉണ്ട് ആൾക്ക്. ആ സ്റ്റൂളിൽ ഇരുന്നും കൊണ്ട് പേപ്പറിലെ ചെറിയ അക്ഷരങ്ങൾ പോലും കണ്ണിനടുത്തേക്ക് ചരിച്ചു പിടിച്ച് വായിക്കുന്നത് കാണാം. അതെ അമ്മമ്മേ. ഗേറ്റിൽ പിടിച്ചു നിൽക്കുകയായിരുന്ന ദേവൻ അവിടെ നിന്നുകൊണ്ട് തന്നെ മറുപടിയും നൽകി. നീ എന്താണ് ചെറുക്ക അവിടെ തന്നെ നിൽക്കണേ? ഇങ്ങോട്ട് കേറി വായോ, ചോദിക്കട്ടെ. അടുത്ത് കെട്ടിയാൽ പിന്നെ വിടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ദേവൻ അവിടെ തന്നെ നിന്നതേയുള്ളൂ. പിന്നെ വരാമമ്മേ, നീലുവിനെ വീട്ടിലാക്കിയിട്ട് എനിക്ക് അമ്പലത്തിലേക്ക് തിരികെ പോകാനുള്ളതാ. എടി, നീ വരുന്നില്ലേ? അവൻ അവിടെ നിന്നുകൊണ്ട് തന്നെ ഉറക്കെ വിളിച്ചു. ഓ, വരുന്നേട്ടാ. അരമതലിലിരുന്ന പൊതിയിൽ നിന്നും ഒരു പിടി കൂടി വാരി അമ്മമ്മയുടെ മടിയിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നീലിമ ആ പൊതിയെടുത്തും കൊണ്ട് ഇറങ്ങി. ഗേറ്റ് അടച്ച് കൈ വീശി കാട്ടിയിട്ട് അവളും ദേവനും കൂടി നടന്നു പോകുന്നതും നോക്കിക്കൊണ്ട് ശ്രീഗൗരി ആ അരമതലിലെ തുണിൽ ചാരി നിന്നു. വഴിയിലൂടെ നടന്ന അവർ കല്ലാട്ടെ ഗേറ്റ് കടന്ന് പറമ്പിലേക്ക് കയറുന്നത് നോക്കി നിൽക്കെ മഴ ആർത്തലച്ചു വന്നു. കൂട്ടത്തിൽ ഓടിയെത്തിയ കാറ്റ് മഴത്തുള്ളികളെ വീശി എറിഞ്ഞു നനച്ചപ്പോ ഗൗരി പുറകോട്ടു മാറി. കാറ്റടി കൂടുന്നത് കണ്ട് അമ്മമ്മയും സ്റ്റൂളിൽ നിന്നും എഴുന്നേറ്റു. അകത്തേക്ക് നടക്കുമ്പോ അമ്പലപ്പറമ്പിലെ കാഴ്ചകൾ അമ്മമ്മയോട് വർണ്ണിക്കുന്ന തിരക്കിലായിരുന്നു ശ്രീഗൗരി. രാത്രിയിലെ കഞ്ഞികുടി കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി അടുക്കളയിലെയും ഊണുമുറിയിലെയും ലൈറ്റുകളും കെടുത്തി ഇടപ്പുമുറിയിലേക്ക് ശ്രീഗൗരി ചെല്ലുമ്പോ കമ്പിളി കൊണ്ട് മൂടിപ്പുതച്ച അമ്മമ്മ കട്ടിലിരുന്ന് നാമം ജപിക്കുന്നുണ്ടായിരുന്നു. പുറത്തപ്പോഴും മഴ ശക്തിയായി പെയ്യുന്നുണ്ട്. കൂട്ടിന് ഇടിയും മിന്നലും. പിറ്റേ ദിവസത്തേക്ക് ക്ലാസ് എടുക്കാനുള്ള കുറച്ച് നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നാമം ചൊല്ലിക്കഴിഞ്ഞ് അമ്മമ്മ കിടക്കാനുള്ള വട്ടം കൂട്ടലായി. ട്യൂബ് ലൈറ്റ് അണച്ച് ബെഡ്റൂം ലാമ്പ് ഓൺ ചെയ്തതിനു ശേഷം അവളും കട്ടിലേക്ക് കയറി. ജനൽ അടച്ചിട്ടും പുറത്തെ മഴയുടെ തണുപ്പ് മുറിക്കുള്ളിലേക്ക് കയറി വരുന്നുണ്ടായിരുന്നു. അമ്മമ്മ അവളെയും കമ്പിളിയുടെ അറ്റം കൊണ്ട് പുതപ്പിച്ചു. പഴയ ആ കട്ടിലിൽ അമ്മമ്മയുടെ സ്നേഹത്തിന്റെ ചൂടും പറ്റിയുള്ള ആ കിടപ്പ്
ഗൗരിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. പുറത്ത് മഴ ഒന്നുകൂടി ശക്തി പ്രാപിച്ചിരിക്കുന്നു. കാറ്റിന്റെ ഹുങ്കാരത്തിനും മഴയുടെ ആരവത്തിനും അപ്പുറം മറ്റൊരു ശബ്ദവും കേൾക്കുന്നില്ല. നേരിയ ശബ്ദത്തിൽ അമ്മമ്മയുടെ കൂർക്കം വലി ഉയർന്നിട്ടും ഉറക്കം വരാതെ മുറിയിൽ തെളിഞ്ഞു നിൽക്കുന്ന ബെഡ്റൂം ലാമ്പിന്റെ വെളിച്ചത്തിലേക്ക് നോക്കി കണ്ണും തുറന്ന് അവൾ കിടന്നു. ഇരുട്ടിൽ ഒളിച്ചു കളിക്കുന്ന നിഴലുകളെ പണ്ടേ ഭയമുള്ളതുകൊണ്ടാണ് മുറിയിൽ ബെഡ്റൂം ലാമ്പ് പിടിപ്പിച്ചത്. അമ്മമ്മ കഥകളിലെ അരൂപികൾ നിഴലുകളായി ചാടി വീഴാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണെന്ന ഭയം വലുതായിട്ടും മാറാതെ വന്നപ്പോ പലപ്പോഴും അമ്മയും അച്ഛനുമൊക്കെ കളിയാക്കിയിട്ടുള്ളതാണ്. ഓർമ്മകൾ കണ്ണുകളെ നീട്ടി, മനസ്സ് പിടഞ്ഞു. കാവിൽ ഏതോ മരത്തിന്റെ കൊമ്പൊടിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ട് ശ്രീഗൗരി ഞെട്ടിപ്പോയി. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേൽക്കുമ്പോഴാണ് വീടിനെ ചുറ്റിയുള്ള വരാന്തയിലൂടെ ആരോ ഓടുന്ന ശബ്ദം അവൾ കേട്ടത്. കിലുകിലെ വിറച്ചുകൊണ്ട് പുതപ്പ് വലിച്ച് തലമൊഴി മൂടിക്കൊണ്ട് അവൾ അമ്മമ്മയെ നോക്കി. യാതൊന്നും അറിയാതെ ആശാട്ടി അപ്പോഴും നല്ല ഉറക്കത്തിലാണ്. ഭയത്തിൽ ആണ്ടുപോയ അവളെ വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് കോളിംഗ് ബെൽ മുഴങ്ങി. ഈശ്വര, ആരാണോ ഈ രാത്രിയില്? അർജുൻ, ഫൽഗുൻ, പാർത്ഥൻ, കിരീടി. കണ്ണുകളടച്ച് കൈകൂപ്പിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴേക്കും കോളിംഗ് ബെൽ നിർത്താതെ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. സംശയങ്ങൾ ആ ഒരു അളവ് വരെ എത്തിയപ്പോഴേക്കും അവൾ കിടക്കയിൽ നിന്നും ചാടി എഴുന്നേറ്റു. കോളിംഗ് ബെൽ അപ്പോഴും മുഴങ്ങുന്നുണ്ട്. കൂടാതെ വാതിലിൽ ശക്തിയായി തട്ടാനും തുടങ്ങിയിരിക്കുന്നു. ശബ്ദം കൂടിയതോടെ അമ്മമ്മയും കണ്ണും തിരുമി എഴുന്നേറ്റു. ആരാ ഗൗരിക്കുട്ടിയെ ഈ നേരത്ത്? അറിയില്ല അമ്മമ്മേ. നാ വരൂ, പോയി നോക്കാം. പുള്ളിക്കാരത്തേക്ക് ഒരു പേടിയുമില്ല. കമ്പിളി പുതപ്പം പുതച്ച് ആൾ എഴുന്നേറ്റ് കഴിഞ്ഞു. അമ്മമ്മ വാതിലുറക്കാൻ പോവുകയാണോ? അവളുടെ പേടി കണ്ട് അമ്മമ്മ ചിരിച്ചു. പിന്നെ തുറക്കാതെ ആരാന്ന് എങ്ങനെ അറിയാ? വേണ്ട, അവൾ അമ്മമ്മയുടെ കയ്യിൽ കയറി പിടിച്ചു. വല്ല കള്ളന്മാരോ ആണെങ്കിലോ? ഇതാ ഇപ്പൊ നന്നായേ. ഈ നാട്ടിലെവിടെയാ ഗൗരിക്കുട്ടിയെ കള്ളൻ? നീ അങ്ങോട്ട് മാറിയേ. അമ്മമ്മ അവളെ തള്ളി നീക്കി മുൻവശത്തേക്ക് നടന്നപ്പോ ഒരുവിധത്തിൽ ധൈര്യം സംഭരിച്ചുകൊണ്ട് ഗൗരിയും പിന്നാലെ ചെന്നു. നമുക്ക് ദേവേട്ടനെ വിളിച്ചാലോ അമ്മമ്മേ? അതിന് മറുപടി പറയാതെ അമ്മമ്മ സ്വീകരണ മുറിയിലെ ലൈറ്റ് ഇട്ടിട്ട് വാതിലിനടുത്തേക്ക് ചെന്നു. ആരാ അത്? വാതിലിനടുത്തു നിന്നും അമ്മമ്മ വിളിച്ചു ചോദിച്ചു. അമ്മമ്മേ, ഇത് ഞാനാ വൈശു. വേഗം കഥ തുറന്നേ. ഈശ്വര, വൈശാഖിയോ? ഇവളെന്ത് ഈ നേരത്ത്? ഗൗരി ആശ്ചര്യപ്പെട്ട് നിൽക്കുന്നതിനിടയിൽ അമ്മമ്മ വാതിൽ തുറന്നു. അകത്തേക്ക് പാഞ്ഞു കയറിയ വൈശാഖി വാതിലടച്ച് കുറ്റിയിട്ടിട്ട് അവർക്ക് മുന്നിൽ നിന്നും കിതച്ചു. മുതുകിലൊരു ബാക്ക് പാക്കും തലയിൽ ഒരു ക്യാപ്പും വെച്ച് റെയിൻകോട്ടും ഇട്ട് നിൽക്കുന്ന അവളുടെ ശരീരത്തിൽ നിന്നും വെള്ളത്തുള്ളികൾ ഊർന്നു വീണ് തറയിലൂടെ ഒഴുകി പരന്നു. മുന്നിൽ നിൽക്കുന്നവളുടെ ചിരിക്കുന്ന മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ശ്രീഗൗരി അന്താളിച്ചു നിന്നു. വൈശൂട്ടിയെ, നീ എന്താ ഈ നേരത്ത്? അതും ഈ വേഷത്തില്? അടക്കാനാവാത്ത ജിജ്ഞാസ ഉണ്ടായിരുന്നു അമ്മമ്മയുടെ ആ ചോദ്യത്തിൽ. ചുണ്ടിൽ വിരൽ വെച്ച് ശബ്ദമുണ്ടാക്കാതിരിക്കാൻ പറഞ്ഞിട്ട് വൈശാഖി സ്വിച്ച് ബോർഡിന് നേരെ നോക്കി. യച്ചു, നീ ലൈറ്റ് ഓഫ് ചെയ്തേ. ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിലും വൈശാഖിയുടെ ശബ്ദത്തിൽ നേരിയ പരിഭ്രമം നിറഞ്ഞിരുന്നത് പോലെ ശ്രീഗൗരിക്ക് തോന്നി. അവളുടെ കൈ സ്വിച്ച് ബോർഡിന് നേർക്ക് നീണ്ടു. മുറിയിൽ ഇരുട്ടു പരന്ന അതേ സമയം തന്നെ പുറത്ത് ശക്തിയോടെ വീണ്ടും ഇടിവെട്ടി. മിന്നലിന്റെ വെളിച്ചത്തിൽ നിമിഷനേരത്തേക്ക് തെളിഞ്ഞ വൈശാഖിയുടെ രൂപം ശ്രീഗൗരിയിൽ ഭയം നിറച്ചു. അകത്തെ മുറിയിൽ നിന്നുമുള്ള വെളിച്ചം സ്വീകരണ മുറിയിലെ ഇരുട്ടുമായി ഇഴുകിച്ചേർന്ന് മങ്ങിയ കാഴ്ചയിൽ വൈശാഖി ഒരു പ്രേതരൂപിയുടെ പ്രതീതി ജനിപ്പിച്ചു. വിറങ്ങലിച്ചു നിന്ന ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ശ്രീഗൗരി അവൾ കരികിലേക്ക് ചെന്നു. നീ ആ റെയിൻകോട്ടൊന്ന് ഊരി മാറ്റി. റെയിൻകോട്ടും ക്യാപ്പും ഊരി തൊട്ടടുത്ത് കിടന്നിരുന്ന കസേരയിലേക്ക് ഇട്ടിട്ട് വൈശാഖി ശ്രീഗൗരിയെയും അമ്മമ്മയെയും നോക്കി വിളിച്ചു. വാ. അമ്മമ്മ അവളെയും വിളിച്ചുകൊണ്ട് കിടപ്പുമുറിയിലേക്ക് നടന്നു. അവർക്കു പിന്നാലെ ഒരു സ്വപ്നത്തിൽ എന്നതുപോലെ ഗൗരിയും. മുറിയിൽ കത്തി നിന്നിരുന്ന ബെഡ്റൂം ലാമ്പിലേക്ക് വൈശാഖി സങ്കോചത്തോടെ നോക്കി. ആ ലൈറ്റും ഓഫ് ചെയ്തേക്ക് കച്ചു. തൊട്ടടുത്ത് നിന്നിരുന്ന വൈശാഖിയുടെ തലയിൽ ഒന്ന് പരതി നോക്കി അമ്മമ്മ. ഗൗരിക്കുട്ടിയെ, നീ ആദ്യം ആ തോർത്തെടുത്ത് കൊച്ചിന് കൊടുത്തേ. തല മുഴുവൻ നനഞ്ഞിട്ടുണ്ട് ഇതിന്റെ. മുറിക്കുള്ളിൽ ഉണ്ടായിരുന്ന തോർത്തെടുത്ത് വൈശാഖിക്ക് കൊടുത്തിട്ട് കൂടെ രണ്ടുപേരുള്ളതിന്റെ ധൈര്യത്തിൽ ഗൗരി മുറിയിലെ ബെഡ്റൂം ലാമ്പും ഓഫ് ചെയ്തു. ഇടയ്ക്കിടെ തെളിയുന്ന മിന്നലിന്റെ വെളിച്ചം മുറിയിലെ ഇരുട്ടിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. നനഞ്ഞ മുഖവും കൈകളും തുടച്ചതിന് ശേഷം വൈശാഖി കട്ടിലിൽ ശ്രീഗൗരിക്ക് അരികിലേക്കായിരുന്നു. അമ്മമ്മ അവൾക്കപ്പുറത്തേക്കും വന്നിരുന്നു. ഇനി പറയ്, എന്താ വൈശൂട്ടിയെ കാര്യം? നീ ഇതെവിടേക്ക് പോകാനാ ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് ഇറങ്ങിയേക്കുന്നേ? അമ്മമ്മയുടെ ചോദ്യത്തിന് മറുപടി പറയാതെ വൈശാഖി ആ ഇരുട്ടിലിരുന്ന് ചിരിച്ചു. ചിരിക്കുന്ന ശബ്ദം കേട്ട ശ്രീഗൗരി അവളുടെ തോളിൽ പിടിച്ച് മെല്ലെ ഒന്ന് ഉലച്ചു. ഞാനേ നൈസായിട്ട്
ഒന്ന് ഒളിച്ചോടാൻ തീരുമാനിച്ചു മക്കളെ. അവൾ പറഞ്ഞത് കേട്ട് അമ്മമ്മയും ശ്രീഗൗരിയും ആ ഇരുട്ടിലേക്ക് നോക്കി കണ്ണും മിഴിച്ചിരുന്നു. വൈശു, നീ എന്തോ ഈ പറയുന്നേ? ഒളിച്ചോടുകയാന്നോ? അടുത്ത ആഴ്ച കല്യാണമല്ലേ? അതെ. വൈശാഖി ശ്രീഗൗരിയുടെ കവളിലൊന്ന് നുള്ളി. അതുകൊണ്ടല്ലേ മോളെ ഒളിച്ചോടുന്നേ? അമ്മമ്മേ, ഇവള് പറയുന്നത് കേട്ടോ. പുറത്തു നിന്നുള്ള മിന്നലിൽ ഗൗരിയുടെ ആദികയറിയ മുഖം കണ്ടിട്ടും അമ്മമ്മയ്ക്ക് ഒരു കുലുക്കവുമില്ല. കേൾക്കാതിരിക്കാൻ എനിക്ക് ചെവിക്ക് പൊട്ടൊന്നുമില്ല കുട്ടിയെ. ആട്ടെ, ആരാ വൈശൂട്ടിയ ആള്? അമ്മമ്മയുടെ ചോദ്യം കേട്ട് വൈശാഖി ഇടം കണ്ടിട്ട് ഗൗരിയെ ഒന്ന് നോക്കി. പുറത്തുനിന്നുള്ള മങ്ങിയ വെളിച്ചത്തിൽ അവളുടെ മുഖഭാവം വ്യക്തമായിരുന്നില്ല. അത് അനന്തേട്ടൻ. അതിഭയങ്കരമായി ഞെട്ടിക്കൊണ്ട് ഗൗരി മിഴിച്ചിരുന്നു. സോറി ഡി, ഇത്രയും നാളും നിനക്കൊരു സൂചന പോലും തരാതിരുന്നത് വേറൊന്നും കൊണ്ടല്ല. നിന്നെ പോലൊരു ലോല ഹൃദയോട് ഇതൊക്കെ പറഞ്ഞാലേ അത് താങ്ങാനുള്ള മനക്കരുത് നിനക്കുണ്ടോ? അത് മറ്റാരോടെങ്കിലും പറയാതെ നിനക്ക് ഉറങ്ങാൻ പോലും പറ്റില്ലെന്ന് എനിക്കറിയില്ലേ, അതുകൊണ്ടാ. പറഞ്ഞു തീർത്തതും ഗൗരി ചാടി എഴുന്നേറ്റ് കൈ വീശി ഒന്നങ്ങോട്ട് കൊടുത്തു. എന്റെ പല്ലിളകിയെന്നാ തോന്നുന്നേ. കൈ വായിലേക്കിട്ട് നോക്കിക്കൊണ്ട് വൈശാഖി പരിഭവിച്ചു. ചുളിവ് വീണ മോണകൾ വിടർത്തി അമ്മുമ്മ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. അതും കൂടി കേട്ടതോടെ ഗൗരി മുഖം പൊത്തി കരച്ചിലായി. യോ, എന്റെ കുഞ്ഞുമണി കരയല്ലേടി? വൈശാഖി അവളുടെ കൈകൾ പിടിച്ചുമാറ്റി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാലും ഏട്ടൻ പോലും എന്നോടൊന്നും പറഞ്ഞില്ല. അയ്യോടി മോളെ, അതിന് നിന്റെ ഏട്ടൻ ഇന്ന് ഉച്ചവരെ കാറ്റ് പിടിക്കാത്ത കല്ല് പോലെ ഒറ്റ നിൽപ്പായിരുന്നില്ലേ, ഇതൊന്നും പറ്റില്ലെന്നും പറഞ്ഞോണ്ട്. കലങ്ങിയ കണ്ണുകൾ വിടർത്തി ഗൗരി അവളെ നോക്കി. വൈശാഖി അവളുടെ കവിളത്തെ കണ്ണുനീർച്ചാലുകൾ തുടച്ചു കൊടുത്തു. അതേടി പെണ്ണെ, 5 കൊല്ലം മുന്നേ അങ്ങേരോട് ഞാൻ എന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞതാ. അപ്പോ അങ്ങേര് ഹരിചന്ദ്രനാന്ന്. അപ്പച്ചിയുടെ മോളെ അങ്ങനെ കാണാൻ സാധിക്കില്ലത്രേ. എന്നാലൊന്ന് കാണിച്ചിട്ട് തന്നെ കാര്യമൊന്ന് ഞാനും തീരുമാനിച്ചു. പക്ഷെ 5 കൊല്ലം കിടന്ന് മല മറിച്ചിട്ടും അങ്ങേരൊന്ന് അലിയണമല്ലോ, ദുഷ്ടൻ. എന്നിട്ട് അമ്മമ്മയുടെ ആവേശം കണ്ട് ഗൗരിയുടെ മുഖം ചുളിഞ്ഞു. അത് കാര്യമാക്കാതെ അമ്മമ്മ ഇരുന്ന് വൈശാഖിയെ തോണ്ടുകയാണ്. എന്നിട്ടെന്താ? അവൾ അമ്മമ്മയുടെ കവളിൽ പിച്ചി. ഇന്ന് എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തില്ലേ, നാളെ രാവിലെ ഈ വൈശാഖി ജീവനോടെ കാണില്ലെന്ന് ഒരൊറ്റ ഭീഷണി. അതിൽ അങ്ങേര് വീണു. മിടുക്കി കേട്ടോ ഗൗരിക്കുട്ടിയെ, പെമ്പിള്ളേരായ അങ്ങനെ വേണം. അമ്മമ്മയുടെ അഭിപ്രായ പ്രകടനം കേട്ട് ഗൗരിക്ക് ദേഷ്യം വന്നു. എന്തേ, ഇനിയിപ്പോ ഞാനും ആരെങ്കിലും പ്രേമിച്ച് ഒളിച്ചോടണോ? ആ മങ്ങിയ വെളിച്ചത്തിലിരുന്ന് അവൾ അമ്മമ്മയെ നോക്കി കണ്ണുരുട്ടി. നീയോ? നടന്നത് തന്നെ. ആരേലും ഇങ്ങോട്ട് വന്ന് പറഞ്ഞാലല്ലാതെ നീ ആയിട്ട് പോയി പറയോ ഇതുപോലെ? പേടിയല്ലേ നിനക്ക് എന്തിനും? നമുക്ക് ആ ദേവേട്ടനെ ഒന്ന് നോക്കിയാലോ മമ്മി, ഇവൾക്ക് വേണ്ടി? വൈശാഖിയുടെ ചോദ്യത്തിൽ ഗൗരിയുടെ മുഖം ചുവന്നത് ഇരുട്ടായതുകൊണ്ട് അവരാരും കണ്ടില്ല. അത് ശരിയാവത്തില്ല. അതെന്താ മമ്മേ? ആശ്ചര്യപ്പെട്ട വൈശാഖിയുടെ ചോദ്യത്തോടൊപ്പം ഗൗരിയുടെ മുഖത്തും ആശ്ചര്യം നിറഞ്ഞു. അവനൊരു ചുണക്കുട്ടിയല്ലേടി, ഇവളേക്കാൾ നല്ലൊരു പെൺകുട്ടിയെ അവനെ കിട്ടില്ലേ? അതും പറഞ്ഞുള്ള ആ കുലുങ്ങി ചിരി കൂടി കേട്ടതോടെ ഗൗരിയുടെ ദേഷ്യം ഇരട്ടിച്ചു. അവൾ ആ ശുഷ്കിച്ച തോളിൽ ഒരു കടി വെച്ചു കൊടുത്തു. വൈശാഖി വാ പൊത്തി ചിരി അടക്കുന്നത് കണ്ടു. എന്തായാലും നീ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിൽ അമ്മമ്മയ്ക്ക് സന്തോഷായി വൈശൂട്ടിയെ. വൈശാഖി മറുപടിയൊന്നും പറഞ്ഞില്ല. നീ എന്റെ അനന്തൂട്ടന്റെ പെണ്ണായി ഇവിടേക്ക് വരണമെന്നത് പണ്ടേ എന്റെ ഒരു ആഗ്രഹമായിരുന്നു. അതെ, അതാണ് കൊടുക്കൈ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരുന്ന് രണ്ടും കൈ കൊടുക്കുന്നത് കൂടി കണ്ടതോടെ ഗൗരിയുടെ കവിളുകൾ ഒന്നുകൂടി വീർത്തുവെങ്കിലും ദേവേട്ടനോട് തോന്നിയ പ്രണയം അവളോടും പറഞ്ഞിട്ടില്ലല്ലോ എന്നോർത്തപ്പോ അതൊരു ചെറു ചിരിയായി മാറി. ഗച്ചുമോളെ, ഇരുട്ടാന്നേലും നിന്റെ കവിളിപ്പോ വീർത്ത് പൊട്ടാറായി കാണുമെന്ന് എനിക്കറിയാം. മോളെ, ആ കാറ്റഴിച്ചു വിട്ടിട്ട് ഫോണെടുത്തേ. പറയുന്നതിനൊപ്പം വൈശാഖി ഇരുട്ടിലൂടെ തോണ്ടുന്നുമുണ്ട്. എന്തിന്? ദേവേട്ടനെ വിളിക്കാൻ. അങ്ങേരാ എന്റെ ട്രാൻസ്പോർട്ടർ. ട്രാൻസ്പോർട്ടറോ? അതേടി, എന്നെ ഇവിടുന്ന് കടത്താൻ അങ്ങേരെ ഏർപ്പാടാക്കിയിരിക്കുന്നതേ അനന്തേട്ടൻ തന്നെയാ. അനന്തേട്ടനോ? ഇതൊക്കെ എപ്പോ സംഭവിച്ചു? എല്ലാം പെട്ടെന്നായിരുന്നു മോളെ. എന്നാലും ഇവിടുന്ന് രക്ഷപ്പെടാൻ നിന്നെ സഹായിച്ചത് ദേവേട്ടനാണെന്ന് അരുണേട്ടനും വിഷ്ണുട്ടനും അറിഞ്ഞാല് പ്രശ്നമാകില്ലേടി? അല്പമൊന്ന് ബലം കൊടുത്ത് മൂളിക്കൊണ്ട് വൈശാഖി ഗൗരിയെ നോക്കി. ഇരുട്ടായിരുന്നത് കൊണ്ട് അവൾക്കത് മനസ്സിലായില്ല. നീ പേടിക്കണ്ട, അങ്ങനെ ആരും സംശയിക്കാനൊന്നും പോണില്ല.
നാളെ നേരം വെളുക്കും വരെ അങ്ങേരും വിശ്വേട്ടനും 2-3 പാർട്ടിക്കാരും അവിടെ പാർട്ടി ഓഫീസിൽ കുലങ്കഷമായ ചർച്ചയിലായിരിക്കും. എന്തേലും ചോദ്യം ഉണ്ടായാലും അങ്ങേര് അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് അവര് പറഞ്ഞോളൂ. കൊള്ളാം. പക്ഷെ പോകുന്ന വഴിയിലെ CCTVകളോ? അതിന് ആരാ പ്രധാന വഴിയാ പോകുന്നേ? ഞങ്ങളെ ആനച്ചോല വഴിയാ പോകുന്നേ. കാട്ടിലെ വഴിയോ? എന്റെ പൊന്നു വൈശു, നീ ഇതെന്ത് ഭാവിച്ചാ? ആന ഇറങ്ങുന്ന വഴിയാ അത്. അതുവഴി ഈ രാത്രിയിൽ പോകാനോ? യെസ് ബേബി, അതാണ് മോളെ പ്രണയം നമുക്ക് തരുന്ന ധൈര്യം. നീയൊന്ന് പ്രേമിച്ചു നോക്ക്, ഈ പേടിയൊക്കെ അങ്ങ് മാറും. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ഇരുട്ടിലിരുന്ന് സിനിമാ ഡയലോഗും പറഞ്ഞ് കളിയാക്കുന്ന അമ്മമ്മയെ ഗൗരി തുറിച്ചു നോക്കി. എന്നിട്ട് ദേവേട്ടൻ നിന്നെ എവിടാക്കി തരാനാ പോകുന്നേ? അങ്ങേര് എന്നെ കൊറ്റങ്കാവിന്റെ അതിർത്തി കടത്തി തരും. അവിടെ അനന്തേട്ടൻ കാറോയെ നിൽപ്പുണ്ടാവും. അനന്തേട്ടൻ വന്നിട്ടുണ്ടോ? എന്റെ പൊന്നു പെണ്ണെ, നീ ആ വായൊന്ന് അടച്ചു വെക്ക്. എന്നിട്ട് ഫോൺ എടുത്ത് കുത്ത്. അല്ലേ വേണ്ട, ഇങ്ങതാ, ഞാൻ വിളിക്കാം. എവിടെയാ ഫോൺ? മേശപ്പുറത്തുണ്ട്. എന്നാ ബെഡ്റൂം ലാമ്പ് ഒന്ന് ഓൺ ചെയ്, ഞാൻ ഫോൺ എടുക്കട്ടെ. അപ്പൊ നിന്റെ ഫോൺ എന്തി? ഒളിച്ചോടാൻ നേരത്ത് ഫോണും കൊണ്ടല്ലേ പോകുന്നേ? എടി, അല്പമെങ്കിലും കിഡ്നി ഉപയോഗിക്ക്. ട്രേസ് ചെയ്യാൻ അതുപോലെ. ഇവളെ എവിടത്തെ കാര്യടാ? ഓ, എനിക്ക് നിന്റെ അത്ര ബുദ്ധിയൊന്നുമില്ല, സമ്മതിച്ചു. പരിഭവിച്ചും കൊണ്ട് ഗൗരി ബെഡ്റൂം ലാമ്പ് ഓൺ ചെയ്തു. വൈശാഖി മേശപ്പുറത്തു നിന്നും അവളുടെ ഫോൺ എടുത്ത് തിരികെ കട്ടിലേക്ക് വന്നിരുന്നപ്പോ അവൾ അത് ഓഫ് ചെയ്യുകയും ചെയ്തു. വൈശാഖി ഫോണിൽ ദേവനെ വിളിക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് ഗൗരിയും അമ്മമ്മയും ഇരുന്നു. ദേവേട്ടാ, ഞാൻ ഗച്ചുവിന്റെ വീട്ടിലുണ്ട്. അതിന് മറുപടിയായി അവൻ ഫോണിൽ കൂടെ എന്തോ പറയുന്നതും അതിനനുസരിച്ച് വൈശാഖി തല കുലുക്കുന്നത് കണ്ടു. ദേവേട്ടൻ ഇപ്പൊ തന്നെ വരാന്ന് പറഞ്ഞു. ഫോൺ കട്ടിലേക്ക് വെച്ചിട്ട് അത് പറയുമ്പോൾ വൈശാഖിയുടെ സ്വരത്തിൽ സന്തോഷം നിറഞ്ഞിരുന്നു. നിനക്ക് അനന്തേട്ടനെ ഇഷ്ടമാണെന്നുള്ള കാര്യം നീ അപ്പൊ വേറെ ആരോടും പറഞ്ഞിട്ടില്ലേ? ഒരാളോട് പറഞ്ഞിട്ടുണ്ട് ഗച്ചു, നമ്മുടെ നീലുവിനോട്. അതല്ലേ ഇന്ന് വൈകുന്നേരം കണ്ടപ്പോ നാത്തനും കൂടി എന്താ ഒരു നർമ്മസല്ലാപം എന്നോട് ചോദിച്ചേ. നീ ഇന്ന് വൈകുന്നേരം മുടിയേറ്റ് കാണാതെ വീട്ടിലേക്ക് പോയപ്പോഴേ എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് ഞാൻ ഓർത്തതാ. പിന്നെ ഓർത്തു കല്യാണത്തിന്റെ തിരക്കുണ്ടാവുമെന്ന്. അത് പിന്നെ കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ എടുത്തു വെക്കാനുണ്ടായിരുന്നടി. വൈകിട്ട് വൈശുവിന്റെ വക പലഹാര പൊതിയൊന്നും കണ്ടില്ലല്ലോ എന്ന് ഞാനും ഓർത്തു. അമ്പലപ്പറമ്പിലെ പലഹാരം തിന്നരുതെന്ന് വൈകുന്നേരം ഇരുന്ന് ഉപദേശിച്ച ആളാ ഈ പറയുന്നത്. അമ്മമ്മയുടെ ആ പരാതി കേട്ട് വൈശാഖി ചിരിച്ചു. അമ്മമ്മയ്ക്ക് പൂരപ്പറമ്പിലെ പലഹാരം വാങ്ങാതെ ഈ വൈശൂട്ടി പോകുമോ? അവൾ ബാക്ക് പാക്കിൽ നിന്നും ഒരു കടലാസ് പൊതിയെടുത്ത് നീട്ടി. ഇന്നാ. കടലാസ് ചുളുങ്ങുന്ന ശബ്ദത്തോടൊപ്പം പുറത്തെ മഴയിലേക്ക് ഒരു സ്കൂട്ടർ വന്നു നിൽക്കുന്ന ശബ്ദം അവർ കേട്ടു. തുടരും. പ്രിയ പ്രണയിനി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ. താങ്ക് യു. See you soon.